ഉച്ചയോടുകൂടി മാർക്കറ്റുകളിൽ അവധിയാണെങ്കിലും സ്വർണ്ണ വിപണിയിൽ 24K തങ്കവില വീണ്ടും കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രിയത്തെ തൊഴിൽ ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ മാസത്തോടുകൂടി പലിശ നിരക്ക് കുറക്കുന്ന കാര്യത്തിൽ വീണ്ടും തർക്കമുണ്ടെന്നുള്ള ഒരു സൂചനയായിരുന്നു സ്വർണ്ണ വിപണി ഇന്നലെ രാത്രിയോടുകൂടി ഇടിയാനുള്ള കാരണം. എന്നാൽ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതോടുകൂടി സ്വർണ്ണ വിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം വീണ്ടും തുടരുകയായിരുന്നു. ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഒരു സമയം 2420 ഇടിഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് 2442 സ്വർണ്ണവിലയിൽ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒരു പവന് 80 രൂപ മാത്രം കുറഞ്ഞ് 51,160 ഇന്ന് വ്യാപാരം നടക്കുന്നത്. അതേസമയം 24K തങ്കം വില ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7210, തൃശ്ശൂരിൽ 15 എന്ന നിലയിലാണ്. ഇന്നലെ രാത്രിയത്തെ തൊഴിൽഡാറ്റയ്ക്ക് ശേഷം 24K തങ്കം വിലയും 7190 ഇടിഞ്ഞിരുന്നു. 9 months ഗോൾഡ് വിളിക്കുന്നവർക്ക് ഏകദേശം ബോർഡ് റേറ്റ് തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 90, 10 ഗ്രാമിന് 900 തുടരുകയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പലിശ നിരക്ക് കുറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്വർണ്ണ വിപണി വീണ്ടും ഒരു ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കാം. അതേസമയം ഹമാസ് നേതാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യവും സ്വർണ്ണ വിപണി ഉണരുമെന്നുള്ള പ്രതീക്ഷ നൽകിയെങ്കിലും തൽക്കാലത്തേക്ക് യുദ്ധമൊന്നുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.